ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് മാറ്റിയാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ വ്യൂസ് കൂടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊരു ന്യൂ യൂട്യൂബറും ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചാനലിൽ ഇപ്പോൾ വ്യൂസ് ഒക്കെ കുറവായിരിക്കും. ചിലർക്ക് 10 വ്യൂസ്, 100 വ്യൂസ്, 150 വ്യൂസ്, 500 വ്യൂസിലൊക്കെ സ്റ്റക്കായി നിൽക്കും. നമ്മളൊരു വീഡിയോ സ്റ്റക്കായിരിക്കും, നമ്മൾ യൂട്യൂബ് പിന്നെ റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ വീഡിയോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ സെറ്റിങ്സ് ആണ് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തെടുക്കണം. അതിൽ ലാസ്റ്റ് ആയിട്ട് ഒരു സെറ്റിങ്സിന്റെ ഓപ്ഷൻ കാണാം കേട്ടോ. വീഡിയോയിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ആ സെറ്റിങ്സ് ഓപ്ഷൻ തുറന്നിട്ട് അതിൽ ചാനൽ ക്ലിക്ക് ചെയ്യുക. ആ ചാനലിൽ നമ്മുടെ സെലക്ട് കൺട്രി, അതിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് കീവേഡ്സ് ചോദിക്കാറുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പ് ചാനലാണെന്നുള്ളത് യൂട്യൂബിന് അറിയണം. അപ്പൊ എന്നാൽ മാത്രമാണ് യൂട്യൂബ് നമ്മുടെ ഓഡിയൻസിന് അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. തന്നെ യൂട്യൂബ് അത് സ്റ്റോപ്പ് ആക്കും, വ്യൂസ് ഇല്ലാത്തതുകൊണ്ട്. എല്ലാവരും സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ യൂട്യൂബ് പിന്നെ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ യൂട്യൂബ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ കുറച്ച് കീവേഡ്സ് ഇതിൽ ഫില്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ചാനലിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണ് ഇടേണ്ടത്. അപ്പോൾ കീവേഡ്സ് നമ്മളിപ്പോൾ ഏത് ചാനലാണ്, അപ്പം അതിൻ്റെ ഏത് തരം വീഡിയോ ആണ് നമ്മൾ അതിലിടുന്നത്, അത് ഫുൾ ഒരു 500 വേർഡ്സ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഫുൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ഇത് ബേസിക് ഇൻഫോയിലാണ് അത് കിടക്കുന്നത് കേട്ടോ. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ കാണാം. അപ്പം അതിൻ്റെ നമ്മുടെ ചാനൽ ഇപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടാണോ മേഡ് ചെയ്തിരിക്കുന്നത്, അല്ല കിഡ്സിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് അത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോസ് സെലക്ട് ചെയ്യുന്നത്, മറ്റേ ഓഡിയൻസ് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ഓരോ ദിവസം നമ്മൾ സെറ്റിങ്സിലാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തേർഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സമയത്ത് കിഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാതെ കൊടുക്കുക. പിന്നെ അടുത്തത് ഫീച്ചേർഡ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ നമ്മൾ 3 ഓപ്ഷൻ ഉണ്ട്: സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്, ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. ഈ 3 ഫീച്ചേഴ്സും എനേബിൾ ആയിരിക്കണം. എനേബിൾ ആയാൽ മാത്രമാണ് നമ്മൾ ഈ ചാനൽ ആക്റ്റീവ് ആവണമെങ്കിൽ ഈ 3 ഫീച്ചേഴ്സും എനേബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ആക്റ്റീവ് ആവുള്ളൂ, നമ്മുടെ വീഡിയോ വൈറലാവാനും വ്യൂസ് കിട്ടാനും ലൈക്ക് കിട്ടാനും ഒക്കെ സാധിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അതെല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ സേവ് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ തന്നെ മറ്റു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കൊടുക്കട്ടെ. നിങ്ങൾ അതിൽ അപ്ലോഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ അഡ്വാൻസ് ഫീച്ചേഴ്സിൽ നമ്മുടെ ചാനൽ ഏതാണ്, നമ്മുടെ കാറ്റഗറി കൊടുക്കുക, നമ്മുടെ ചാനൽ ഏതാണ്, ക്യാപ്ഷൻസ് കാര്യങ്ങളൊക്കെ വേണ്ട, ആവശ്യമില്ല. അതൊക്കെ ആ സമയത്ത് കൊടുത്താൽ മതിയായിരിക്കും. ബാക്കിയൊന്നുമില്ല, ബാക്കിയൊക്കെ ഇത്രയും മതിയാവും. കൊടുത്തിട്ട് സേവ് കൊടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളും ഒക്കെ കിട്ടും. നമുക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ക്രിപ്ഷനും പിന്നെ കീവേഡ്സും കൊടുത്ത് മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ച് കീവേഡ്സ് മസ്റ്റാണ്. നമുക്ക് ചാനലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കീവേഡ്സും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരേക്കും. ബൈ.